വനവകുപ്പിൻ്റെയും അതുപോലെ കേരളത്തിലെ സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പിൻ്റെയൊക്കെ പ്രതിനിധികളുണ്ട് ഈ ഹെലികോപ്റ്റർ സംഘത്തിൽ. ഇപ്പോൾ എന്നോടൊപ്പം രണ്ടുപേരും, ഒന്ന് ജിതിൻ വിശ്വനാഥ്, ഒന്ന് നിതിൻ പി കെ. ഇവർ രണ്ടുപേരും ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരാണ്, മേപ്പാട് റേഞ്ചിലാണ്. ഇവർ രണ്ടുപേരുമാണ് ഈ ആർമിയുടെ സംഘത്തോടൊപ്പം അവിടെ പരിശോധനയ്ക്ക് പോകുന്നത്. ഇവർ ഈ പറയുന്ന സ്ഥലത്ത് സൂചിപ്പാറ മുതൽ ചാലിയാർ വരെയുള്ള ആ വനമേഖലയുടെ സാഹചര്യങ്ങളൊക്കെ അറിയാവുന്നവരാണ്. നേരത്തെ പരിശോധനയ്ക്ക് പോയിട്ടുണ്ട്. നേരത്തെ ഓക്കെ. ഇത് പറ്റിയ അതിൻ്റെ തൊട്ടടുത്ത ദിവസം മുതൽ അവിടെ റെസ്ക്യൂവിന് ഞങ്ങൾ പോകുന്നുണ്ട്. അന്ന് മുതലേ ബോഡി കാര്യങ്ങളെല്ലാം അവിടുന്ന് റെസ്ക്യൂ ചെയ്ത് ഞങ്ങൾ കയറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അവിടെ എന്ന് വെച്ചാൽ വളരെ റിസ്ക് ആയിട്ടുള്ള ഏരിയയാണ്. SOG അങ്ങനെ ആൾക്കാർ ഇറങ്ങിയ സമയത്തൊക്കെ അവർക്ക് തന്നെ ബുദ്ധിമുട്ടായിട്ടുള്ള ഏരിയ ആയിരുന്നു. അവിടെയുള്ള പ്രാദേശിക ജനങ്ങളുടെ സഹായത്തോടെയാണ് ഞങ്ങൾ അവിടെയുള്ള ബോഡി റെസ്ക്യൂ ചെയ്ത് മുകളിലെത്തിച്ച്. പിന്നെ ലാസ്റ്റ് ദിവസം ആണ് ഞങ്ങൾക്ക് ഹെലികോപ്റ്ററിൻ്റെ ഒരു സഹായം കിട്ടിയത്, മുകളിലോട്ട് റെസ്ക്യൂ ചെയ്ത് കയറ്റാനുള്ളത്. അവിടുന്ന് ഫുൾ ബോഡി ആയിട്ടുള്ള രണ്ടാൾക്കാരെ ഞങ്ങൾക്ക് കിട്ടി. പിന്നെ കാല്, അങ്ങനെ കുറേ ഭാഗങ്ങളായിട്ടാണ് നമുക്ക് അവിടുന്ന് കിട്ടിയത്. ഇനി ജലനിരപ്പ് കുറയുന്നതിനനുസരിച്ച് ചിലപ്പോൾ അവിടെ ഇനിയും കിട്ടാൻ സാധ്യതകളുണ്ട്. ജലനിരപ്പ് കുറഞ്ഞു കഴിഞ്ഞാൽ സാധ്യതയുണ്ട്. അല്ലാതെ ഞങ്ങൾ ആ ഭാഗങ്ങളിലെല്ലാം ഏകദേശം കവർ ചെയ്തിട്ടുണ്ട്. അവിടെ മുകൾ ഭാഗത്തുള്ള എല്ലാ കിട്ടേണ്ട അവശിഷ്ടങ്ങളും കാര്യങ്ങളെല്ലാം ഞങ്ങൾ മുകളിലെത്തിച്ചിട്ടുണ്ട്. ഈ പ്രദേശത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? ഇതിൻ്റെ ടെറൈന് നമുക്ക് അറിയാവുന്നേ ഉള്ളൂ. ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് നടന്നു ചെല്ലുമ്പോൾ തന്നെ അറിയാം, ആ വൈൽഡ് ആനിമൽസും എല്ലാം നമുക്ക് പേടിക്കേണ്ടതുണ്ട്. അതിൻ്റെ ഇടയ്ക്കാണ് ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. ഇന്നിപ്പോൾ ഹെലികോപ്റ്ററിലുള്ള ദൗത്യത്തിൽ ഞങ്ങൾ പങ്കെടുക്കുകയാണ്. എത്രത്തോളം സക്സസ് ആവും, എത്രത്തോളം ചെയ്യാൻ പറ്റും നമുക്കറിയില്ല. നമുക്ക് മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ശ്രമിക്കും. അത് മാത്രമേ പറയാനുള്ളൂ. പിന്നെ പോയതിന് ശേഷം നമുക്ക് ബാക്കി പറയാം. അവിടെ ഈ നദീതീരങ്ങളിൽ ഇറങ്ങിയാലും അങ്ങോട്ട് നടന്നു പോകാൻ പറ്റുമോ? നദി ഇതിപ്പോൾ വെള്ളമായതുകൊണ്ട് നദി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെയാണ് ഒഴുകുന്നത്. അന്നേരം നമുക്ക് ക്രോസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്, അങ്ങോട്ടേക്ക് ക്രോസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇരുവശങ്ങളിലായിട്ടാണ് നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്രവശം നിലമ്പൂരിൻ്റെ ഭാഗമായതുകൊണ്ട് അവിടെ നിന്നും ടീം ഇറങ്ങുന്നുണ്ട്. ഇപ്രവശം നമ്മളെ വടേരി സെക്ഷൻ്റെയും അതുപോലെ തന്നെ മേപ്പാടി റേഞ്ചിൻ്റെ ഭാഗങ്ങളാണ്. അങ്ങനെയാണ് ഇപ്പോൾ സാധിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ അവിടെ പരിശോധന എടുത്തിട്ട് എത്ര മൃതദേഹങ്ങൾ കിട്ടിയിട്ടുണ്ട്? അത് അവശിഷ്ടങ്ങളായിട്ടാണ് കുറേ കാല്, കൈ, ആ രീതിയിലൊക്കെയാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. പിന്നെ ഫുള്ളായിട്ടുള്ളതെന്ന് വെച്ചാൽ വെള്ളം വലിഞ്ഞ സമയത്ത് അവിടെ മരങ്ങൾക്കിടയിലെല്ലാം തങ്ങി നിന്നതായിട്ടുള്ള പെട്ടെന്ന് കാണാനും പറ്റിയിട്ടുണ്ടായിരുന്നു. അത് എടുക്കാനും പറ്റിയിട്ടുണ്ട്. ഇവർ ആ മേഖലയിൽ വർഷങ്ങളായി ജോലി ചെയ്തവരാണ്. അവരുടെ ഒരു പരിചയ സമ്പത്ത് ഉപയോഗപ്പെടുത്തുകയാണ് ഇപ്പോൾ ആർമിയും സർക്കാരും ഒക്കെ. ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നൊരു ഹെലിപ്പാഡ് ഈ ഗ്രൗണ്ടിൽ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ മഴയായിരുന്നു, പക്ഷേ അവിടെ മാർക്ക് ഒക്കെ ചെയ്ത് ഉന്നത ഉദ്യോഗസ്ഥരടക്കം SKMJ സ്കൂളിലെ ഈ ഗ്രൗണ്ടിൽ ഹെലിപ്പാഡ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആർമിയുടെയും സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പിൻ്റെയും വനംവകുപ്പിൻ്റെയൊക്കെ വൈദഗ്ധ്യമുള്ള ഉദ്യോഗസ്ഥരുടെ സഹായത്തോടു കൂടിയാണ് ഇപ്പോൾ ഈ ഓപ്പറേഷനുള്ള തയ്യാറെടുപ്പ് നടത്തുന്നത്. ഒരുപക്ഷെ സർക്കാരിൻ്റെ ഏറ്റവും അവസാനത്തെ ഓപ്പറേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എല്ലാ സാധ്യതകളും ഉപയോഗപ്പെടുത്തും. ഒരു അവശിഷ്ടം പോലും കിട്ടുന്നതുവരെ ഈ പരിശോധന തുടരുക എന്നൊരു ലക്ഷ്യത്തോടെയാണ് ഇന്നത്തെ ഈ ഹെലികോപ്റ്റർ ദൗത്യം മുന്നോട്ട് പോകുന്നത്. മൃതശരീരത്തിൻ്റെ അവശിഷ്ടങ്ങൾ എങ്കിലും കിട്ടിയാൽ അത് DNA പരിശോധനയിലൂടെ ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കാൻ കഴിയും. കാരണം 150 അടുത്ത് മൃതദേഹങ്ങൾ ഇനിയും കിട്ടാനുണ്ട്. അപ്പോൾ അവരുടെ ബന്ധുക്കൾ കൂടി ഒരു തൃപ്തി വരുന്ന തരത്തിൽ എല്ലാം ചെയ്തു എന്ന് അവസാന വട്ടം വരെ എല്ലാ ശ്രമവും നടത്തി എന്നുള്ള ഒരു സ്ഥിതി കൂടി അവരെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. പേരെയാണ് ഇനിയും കണ്ടെത്താനുണ്ട് അല്ലെങ്കിൽ കാണാനില്ല എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ആരൊക്കെയാണ് ഇതിൽ പെട്ടുപോയിട്ടുള്ളത് എന്നറിയാൻ കുറച്ചേറെ ദിവസങ്ങൾ വേണ്ടി വരില്ലേ അത്തരത്തിൽ? ഈ വളരെ കാര്യക്ഷമമായ ഒരു തെരച്ചിൽ, അവസാനവട്ട തെരച്ചിൽ എന്ന് നമുക്കിതിനെ വിളിക്കാമോ? ഞാൻ പറഞ്ഞത് അത്തരത്തിലുള്ള ഒരു ദൗത്യമാണ് ഇപ്പോൾ നടക്കുന്നത്. 2 ദിവസം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ആർമി ഉദ്യോഗസ്ഥരൊക്കെ പറയുന്നത്. പക്ഷേ അത് നീണ്ടേക്കാം. കാരണം ഇപ്പോൾ അവിടുത്തെ ഈ വനം ഉദ്യോഗസ്ഥരുമായി സംസാരിച്ച അവരൊക്കെ ഇനിയും കിട്ടാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അന്ന് ആ സമയത്ത് മഴയുള്ള സമയത്ത് പോലും മൃതദേഹങ്ങൾ കിട്ടി. അപ്പം വെള്ളം താഴ്ന്നു കഴിഞ്ഞാൽ ഈ നദീതീരങ്ങളിൽ മൃതദേഹങ്ങളോ അല്ലെങ്കിൽ ഭൗതിക അവശിഷ്ടങ്ങൾ, ഇവരുടെ മൃതദേഹങ്ങളുടെ അവശിഷ്ടങ്ങളോ ഒക്കെ കാണാനുള്ള സാധ്യത അവർ തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം. കാരണം ബന്ധുക്കൾക്ക് അവരുടെ പ്രിയപ്പെട്ടവരുടെ ഭൗതികാവശിഷ്ടങ്ങളെങ്കിലും കിട്ടട്ടെ, അങ്ങനെ അത് തിരിച്ചറിയപ്പെടട്ടെ, അങ്ങനെ അവർ തിരിച്ചറിയപ്പെടുന്നവരായി, ഐഡൻറ്റിഫൈ ചെയ്യുന്നവരായി അവർ അറിയപ്പെടട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. കാരണം ഇത്തരത്തിലുള്ള പരിശോധന ഒരുപക്ഷെ കേരളത്തിൽ തന്നെ ആദ്യമായിരിക്കും. കാരണം ഇങ്ങനെ ഇത്രയും നീണ്ടു നിൽക്കുന്ന, പ്രത്യേകിച്ച് അവസാന സാധ്യതകൾക്ക് വേണ്ടിയാണ്
ഈ മേഖലയിലെ വൈദഗ്ധ്യമുള്ളവരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആർമിയുടെ നേതൃത്വത്തിൽ പരിശോധന നടക്കുന്നു. ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന പോലെ ഉന്നത ഉദ്യോഗസ്ഥർ ആർമിയുടെയും സംസ്ഥാന പോലീസിൻ്റെയൊക്കെ ഇവിടെയുണ്ട്. ഹെലികോപ്റ്റർ വരാനുള്ള സാഹചര്യങ്ങൾ സംവിധാനങ്ങൾ ഒരുക്കിയാണ്. ഒരു താൽക്കാലിക ഹെലിപ്പാഡ് തയ്യാറായി കഴിഞ്ഞു. ഹെലികോപ്റ്ററിന് ഇറങ്ങാനുള്ള ഒരു മാർക്കിംഗ് നടത്തി കഴിഞ്ഞു. അതിനുശേഷം സംഘാംഗങ്ങൾ ഇപ്പോൾ താഴേക്ക് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. ഏതാണ്ട് 12 പേരുണ്ട്. അതിൽ ആർമിയുടെ പ്രതിനിധികളുണ്ട്, അതുപോലെ തന്നെ വനംവകുപ്പിൻ്റെ 2 ഇപ്പോൾ നമ്മളോട് സംസാരിച്ച ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരുണ്ട്, സംസ്ഥാന പോലീസിൻ്റെ സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പിൻ്റെ പ്രതിനിധികളുണ്ട്. അങ്ങനെ ഇതിൽ വൈദഗ്ധ്യമുള്ളവരെ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കാണുന്നത്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ ഉദ്യോഗസ്ഥർ, ഈ സംഘാംഗങ്ങൾ പോകുന്നതാണ്. അവർ പോകുന്നതിനായിട്ട് ഈ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുകയാണ്. നമ്മളോട് നേരത്തെ സംസാരിച്ച ലഫ്റ്റനൻറ്റ് കേണൽ ഋഷി, അദ്ദേഹം പാങ്ങോട് മിലിറ്ററി ക്യാമ്പിലെ ലഫ്റ്റനൻറ്റ് കേണലാണ്. അതുപോലെ തന്നെ സേതുരാമൻ IPS ഉണ്ട്. അതുപോലെ സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പിൻ്റെ SP ഉണ്ട്. നേരത്തെ ഇവർക്ക് എങ്ങനെ ഹെലികോപ്റ്ററിൽ നിന്ന് ഒരു ഓപ്പറേഷൻ ഇറങ്ങുന്നത് സംബന്ധിച്ചുള്ള ഒരു ക്ലാസ് നടത്തിയിരുന്നു. വീണ്ടും അത്തരത്തിൽ ഇതിൻ്റെ ഓപ്പറേഷൻ എങ്ങനെ നടത്തണം, എങ്ങനെ സമീപനം സ്വീകരിക്കണം എന്നത് സംബന്ധിച്ച് ആർമിയുടെ ഉന്നത ഉദ്യോഗസ്ഥരും സംസ്ഥാന പോലീസിന് വേണ്ടി KS സേതുരാമൻ IPS, അതുപോലെ സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ് SP എന്നിവർ അവരെ കണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഹെലികോപ്റ്റർ ദൗത്യം തുടങ്ങും. ഒരുപക്ഷെ മനുഷ്യന് ഈ സാഹചര്യത്തിൽ, ഇപ്പോഴത്തെ കാലാവസ്ഥയുള്ള സാഹചര്യത്തിൽ എത്താൻ കഴിയാത്ത സൂചിപ്പാറ മുതൽ ചാലിയാർ, നിലമ്പൂർ വരെയുള്ള പ്രദേശങ്ങളിലെ നദീതീരങ്ങളിലും വനമേഖലകളിലുമാണ് തെരച്ചിൽ നടത്തുന്നത്. നേരത്തെ നിരവധി മൃതദേഹങ്ങൾ ഈ പ്രദേശങ്ങളിൽ നിന്ന് കിട്ടിയിരുന്നു എന്ന് ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നു. അതുപോലെ തന്നെ അവിടെ ഇനിയും കിട്ടാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെ ഇവരെ ഹെലികോപ്റ്ററിൽ അവിടെ എത്തിച്ച ശേഷം സംഘാംഗങ്ങളെ റോപ്പ് വഴി താഴേക്ക് ഇറക്കും. എന്നിട്ട് ആ പ്രദേശങ്ങളിൽ ഇവർ നടന്ന് പരിശോധനകൾ നടത്തും. മൃതദേഹങ്ങളുടെ അവശിഷ്ടങ്ങളോ കിട്ടിയാൽ അത് ഹെലികോപ്റ്റർ മാർഗം ഇവിടെ എത്തിക്കാനുള്ള നീക്കവുമായിട്ടാണ് സർക്കാരും മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഈ ദൗത്യത്തിൽ പങ്കെടുക്കുന്ന സംഘാംഗങ്ങളെ ആർമിയുടെയും അതുപോലെ സംസ്ഥാന പോലീസിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥർ ബിജു പങ്കജ്, ഞാൻ മടങ്ങി വരാം.